ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവ്സ് എങ്ങനെ കട്ട് ചെയ്യുക അതേപോലെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. പഫ് സ്ലീവാണ്, ഭയങ്കര ചെറിയ പഫ് സ്ലീവാണ് കേട്ടോ. അപ്പോൾ ഇതേ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാക്കി മടക്കി വെച്ചു. എഗെയിൻ അതിന് ഒന്നും കൂടെ ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട്. അങ്ങനെ 4 ആക്കി മടക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ കട്ടിങ്ങും മാർക്കിങ്ങും ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഏറ്റവും താഴെയായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാട്ടോ. കാരണം ചെറുതായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഓൾറെഡി ആ ഒരു പോർഷൻ ലോക്ക്ഡ് ആയിട്ടുള്ള പോർഷനാണ്. പിന്നെ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് സ്ലീവിൻ്റെ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കും. എനിക്ക് 9 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് സ്ലീവിൻ്റെ. എന്നിട്ട് നേരെ മുകളിലോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് പഫിന് വേണ്ടിയിട്ട്. നമ്മൾ ചെറിയ പഫാണ് ഇടുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 3 ഇഞ്ചിൻ്റെ പഫാണ് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. ഇനിയിപ്പോൾ മാർക്ക് ചെയ്ത് നേരെ നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ആ ഒരു മാർക്കിങ്ങിൽ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേ നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പഫിൻ്റെ വീതിയാട്ടോ, നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി ഇതേ നമ്മൾ താഴോട്ടൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു സ്ലോപ്പ് പോലെ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്, കൈക്കുഴി ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. അത് വേണമെങ്കിൽ ഒരു 1.5 മാർക്ക് ചെയ്യാം, 1.5 2 മാർക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു 2 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഇത് വീഡിയോ കണ്ട അതേപോലെ തന്നെ അത് പഫിന് വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് കേർവ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരു 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത്രയും നമുക്ക് വീതി ആവശ്യമുള്ളൂ, വിഡ്ത്ത് ആവശ്യമുള്ളൂ. ഇനി മുകളിലോട്ട് ഇതേ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തയ്യൽ തുമ്പോട് വിട്ടതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ അടിവശം ഒന്ന് ഫോൾഡ് ചെയ്ത് തയ്ക്കാം. ഞാനിപ്പോൾ ഒറ്റ ഫോൾഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നോർമലി ഡബിൾ ഫോൾഡ് ചെയ്ത് തയ്ക്കാറുണ്ട്, ഒരു ഫോൾഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതേ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ പഫ് വെച്ചിട്ടില്ല, അവിടെ നമ്മളൊരു 3 4 പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ നമ്മൾ മറിച്ചിട്ട ശേഷം പ്ലീറ്റ് ഇട്ട് കൊടുത്തു. ഇനി മറിച്ചിട്ട ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. കൈ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അതേപോലെ നമ്മൾ ആ പ്ലീറ്റ് വെച്ചതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. 2 സ്ലീവ് ഇതേപോലെ തന്നെ പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഞാനൊന്ന് മറിച്ചിടുന്നുണ്ട്. ഇനി ഈ സ്ലീവ് നമുക്ക് ബ്ലൗസായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലൗസിൻ്റെ നല്ല വശത്തിലൂടെ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ഇതൊന്ന് ആമോണ്ട് അവിടെ വരെ എത്തിക്കുക. എന്നിട്ട് നമുക്ക് നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റൗണ്ടായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബോഡി ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ബോഡി കറക്റ്റാണോ എന്ന് നോക്കണം. എന്നതിന് ശേഷം സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചെറിയ പഫിനാട്ടോ, നമ്മൾ ചെറിയ പഫാണ് വെച്ച് കൊടുത്തത്. അതാണ് ഇത്രയും ചെറിയ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ധാവണിയുടെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ധാവണീൻ്റെ മൊത്തം ബ്ലൗസിൻ്റെയും അതേപോലെ സ്കേർട്ടിൻ്റെയും ഷോളിൻ്റെയും ഒക്കെ വീഡിയോന് ലിങ്ക് കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.